ഹലോ എവരിവൺ, ഇറ്റ്സ് മീ അലൻസ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോയിലേക്ക് വെൽക്കം. അപ്പം ആദ്യമായിട്ടുള്ള ഇതിനു മുന്നേ വീഡിയോ എടുത്തിട്ടുണ്ട്, ബട്ട് അദ്ദേഹം ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇതിപ്പം. എങ്ങനെയാണ് എന്താവുമെന്ന് എനിക്കറിയില്ല, ബട്ട് എന്നെക്കൊണ്ട് വരുന്ന അത്ര രീതിക്ക് നല്ല അടിപൊളിയായിട്ട് ഈ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പം ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് പരുന്തുംപാറയിലേക്കാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് വണ്ടമ്മേട്. ഇവിടുന്ന് ഏകദേശം 32 കിലോമീറ്റർ ഉണ്ട് വണ്ടിപ്പെരിയാർ. അവിടെ നിന്ന് 11 കിലോമീറ്റർ അങ്ങോട്ടും ഉണ്ട് പരുന്തുംപാറയ്ക്ക്. അവിടെ നമുക്ക് വേറെ 2 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പുറത്ത് പമ്പുണ്ട്, അത് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോകുന്നതാണ്. നമ്മൾ ഒട്ടും താമസിക്കുന്നില്ല, ഇവിടുന്ന് വേഗം തന്നെ പോവുകയാണ്. അപ്പം ആദ്യം പമ്പിൽ പോവുക, പെട്രോൾ അടിക്കാം, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോകുന്നതാണ്. ഓക്കെ. ഗൈസ്, അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് പോകാം കേട്ടോ. ഇനി എന്തായാലും ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കുന്നില്ല. വണ്ടിപ്പെരിയാർ എത്തുന്നവരെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അപ്പം വണ്ടിപ്പെരിയാർ എടുത്തിട്ട് വേണം. അപ്പം ബൈ. അങ്ങനെ നമ്മൾ വണ്ടിപ്പെരിയാർ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഏകദേശം 11 കിലോമീറ്ററുകളുണ്ട് പരുന്തുംപാറയ്ക്ക്. പിന്നെ എൻ്റെ +2 കാലഘട്ടം പഠിച്ചതെല്ലാം ഇവിടെയാണ്. യൂട്യൂബ് എന്ന വലിയൊരു ആഗ്രഹം തന്നെ ഉണ്ടായത് ഇവിടെ വെച്ചെന്ന് പറയാം. എൻ്റെ ഒരു കൂട്ടുകാരനും ഞാനും കൂടെയാണ് ആദ്യമായിട്ടൊരു വീഡിയോ എടുത്തതും. അത് എവിടെ വെച്ചിട്ട് വീഡിയോ എടുത്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞ് അത് എഡിറ്റ് ചെയ്തിടുകയൊക്കെ ചെയ്തായിരുന്നു. ബട്ട് അത് കഴിഞ്ഞ് അത് കണ്ടിന്യൂ ചെയ്യാനോ നല്ല രീതിക്ക് മുന്നോട്ട് പോകാനോ ഞങ്ങളെക്കൊണ്ട് കഴിഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞ് അവൻ പഠിക്കാൻ +2 കഴിഞ്ഞ് അവൻ പോയി, ഞാൻ പണിക്ക് പോയി. അത് കഴിഞ്ഞത് കണ്ടിന്യൂ ചെയ്യാനോ അല്ലേ പിന്നെ ആഗ്രഹം അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പോവുക തന്നെ ചെയ്തു. ബട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹം പോയില്ല. പിന്നെയും ഞാൻ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിനായിരുന്നു. കുറേ വർഷത്തിന് ശേഷം ഞാൻ പിന്നെയും ഒരു വ്ളോഗ് എടുത്തു. ബട്ട് അത് എഡിറ്റ് ചെയ്ത് ഇടാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. എന്തോ അത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള മൈൻഡ് വന്നില്ല. അപ്പം പിന്നെയും ഇത്രയും നാൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാനൊരു വ്ളോഗ് എടുക്കുന്നത്. എന്താണെങ്കിലും എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ സത്രം പോകുന്ന വഴിയിലെത്തി. പരുന്തുംപാറയും സത്രം പോകുന്ന ഈ ഒരു വഴിയിൽ തന്നെയാണ് നമ്മളെത്തി. ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാണ് പോകുന്നത്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് വ്ളോഗ് എടുത്ത സ്ഥലം. ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ വ്ളോഗ് എടുത്ത് എക്സ്പീരിയൻസ് ചെയ്ത സ്ഥലം. അപ്പം ഇവിടെ വെച്ചാണ് വ്ളോഗ് എടുത്തത്. ഇവിടെ നേരെ പരുന്തുംപാറ, ഇടത്തേക്ക് തിരിഞ്ഞാൽ സത്രം. അപ്പം ഇത് നേരെയാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. ലൈഫിൽ ആദ്യമായിട്ട് ഇവിടെ വെച്ച് വ്ളോഗ് എടുത്തത്. പിന്നെ ആ വ്ളോഗ് എവിടെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, കാരണം അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്തു. ബട്ട് ഇപ്പോൾ ആ യൂട്യൂബ് ചാനൽ കാണാനില്ല, എവിടെയെന്ന് അറിയില്ല. ആ ടൈമിലെടുത്ത വീഡിയോ തന്നെ ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെ ആ ടൈമിൽ അവനാണ് മുമ്പിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടോ. എനിക്കത്ര ഇതൊന്നും ഇല്ലായിരുന്നു ക്യാമറ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള. പിന്നെ ആ ടൈമിലെടുത്തൊരു ഫോട്ടോ മാത്രം എൻ്റെ കയ്യിലുണ്ട്. വീഡിയോ എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ കാണിക്കാം. ഇതാണ് ആ ഫോട്ടോ. ഇപ്പം ഇവിടെ നിന്ന് ഇടത്തേക്ക് കിടക്കുന്ന വഴിയാണ് സത്രം പോകുന്ന വഴി. നേരെ കിടക്കുന്ന വഴിയാണ് പരുന്തുംപാറയ്ക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെയാണ് പോകുന്നത്. പിന്നെ സത്രത്തേക്ക് വരും നമ്മൾ ഇതിലെ കൂടെയല്ല, ഇതിൻ്റെ ഇടയിൽ കൂടെ ഷോർട്ട് കട്ടുണ്ട്. അതിലെ കൂടെയാണ് നമ്മൾ സത്രത്തേക്ക് പിന്നെ പോകുന്നത്. ഇവിടെ വഴി എന്താണെന്ന് അറിയത്തില്ല, ഫുള്ള് സോളിങ് ഇട്ടേക്കണം. അവിടെ എന്തോ ബോർഡ് വെച്ചിട്ടുണ്ട്, എന്താണ് നമുക്ക് നോക്കാം. പിന്നെ ഇതിൽ ഫുൾ സോളിങ് ആണെന്ന് തോന്നുന്നു. എവിടെ വരെ ഉണ്ടെന്ന് നമുക്കറിയില്ല. വഴി നേരത്തെ വളരെ മോശമായിട്ടിരുന്ന വഴിയാണ്. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം എന്താണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാം. ബൈക്കല്ലേ, ഇത് വഴി വേണമെങ്കിലും കയറി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്താ പറയുക, അത് ക്ലോസഡ് ആണെന്ന് വിചാരിച്ചു. ബട്ട് സൈഡിൽ കൂടെ ചെറിയൊരു വഴി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബൈക്ക് വണ്ടിയൊക്കെ പോയി പാടൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല മൂഞ്ചിയാണ്. അത് ക്ലോസഡ് ആണെങ്കിൽ പിന്നെ കണ്ട ഇഷ്ടമുള്ള കാര്യമാണ് ക്രോസ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് വലിയ ടെൻഷനില്ല. ഇഷ്ടമാണ് ചെറിയ വണ്ടി തന്നെയാണ് ഓഫ് ചെയ്തൊക്കെ കേട്ടില്ലായിരുന്നു. അത്യാവശ്യം സ്കൂളിലെ സമയം നടക്കും. വലിയ കറങ്ങി കറങ്ങി കയറുന്നുണ്ട്.
അങ്ങനെ നമ്മൾ നല്ല റൂട്ടിലേക്ക് എത്തി. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ഫോളിങ് ഇട്ട വഴിയിൽ നിന്ന് നല്ല വഴിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും ഈ ടൈമിൽ ആരും ഇതിലെ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. പഴയ പെർമനൻറ്റ് കൂടെ വരുന്നതായിരിക്കും ബെറ്റർ. പഴയ പെർമനൻ്റാണ് പുതിയ അതിലെങ്ങാണ്ട് വഴിയുണ്ട്, അതിൽ വരുന്നതായിരിക്കും ബെറ്റർ. എന്നാലും കൂടുതൽ ആൾക്കാരും വരുന്ന വഴി അതാണ്. പിന്നെ ഇതിലിടത്തേക്ക് കിടക്കുന്ന വഴിയുണ്ടാവും. ഇതാണ് നമ്മൾ സത്രം പോകുന്ന വഴി. പിന്നെ വന്നിട്ട് ഇങ്ങനെ പെരുന്തൽമണ്ണ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വെതർ കണ്ടീഷൻ എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില സമയത്ത് കോടയായിരിക്കും, ചില സമയത്ത് കോടയില്ലായിരിക്കും, നല്ല വെയിലായിരിക്കും. പെട്ടെന്ന് ഇവിടുന്ന് ക്ലൈമറ്റ് മാറുന്നൊരു പ്ലേസാണിത്. അപ്പം വരുന്നവർക്ക് എൻ്റെ ഈ വീഡിയോ കാണുന്ന അതേ വൈബായിരിക്കണമെന്നില്ല. നിങ്ങൾ വരുന്ന ടൈമിൽ വേറൊരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, വേറൊരു മൂമെൻ്റ് ആയിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല മൂമെൻറ്റ്സ്, അതായത് എൻ്റെ പല പല വിഷമങ്ങൾ മാറ്റിയൊരു സ്ഥലവും കൂടെയാണ് പെരുന്തൽമണ്ണ. കണ്ണും കാണാറുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് കയറി മലയുടെ മണ്ടയിലാണ് ഒന്നും പറ്റിയില്ലെന്ന് വിചാരിക്കുന്നു. മണ്ടയിൽ നമ്മൾ എത്തിയിരിക്കും. ഇവിടെ കുറേ മലകളുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി അവിടെ ഇട്ട് കുറച്ച് നടക്കാം. എനിക്കൊരു NS ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കയറ്റിയിട്ടുണ്ട് കേട്ടോ. അവിടെ എവിടെയെങ്ങാണ്ടാന്ന് തോന്നുന്നു. ആ ടൈമിൽ കൂട്ടുകാരൻ അതിനെ മണ്ടയ്ക്ക് മറിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. NS കൊടുത്തു, NS ഉണ്ടെങ്കിലില്ല. നമുക്ക് അവിടെ വേണം കുറച്ച് നേരം പോയി ഇരിക്കാം. കോട കയറി നിൽക്കുക കേട്ടോ. എല്ലായിടത്തും ഇല്ല, ഇവിടെയുണ്ട്, അവിടെയില്ല. കുറച്ച് ഓഫ് റോഡ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ റോഡാണ് കേട്ടോ. അപ്പുറത്തുണ്ട്, അവിടെയെല്ലാം ഉണ്ട്. അന്ന് ട്രാഷൻ ഫോർ ഇവിടെ എവിടെയെങ്ങാണ്ടോ ഇരുന്നാണ് വീഡിയോ എടുത്തത്. ട്രാഷൻ ഫോറിന് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം തരുന്നൊരു ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം കൂടുതലാണ്. എൻ്റെ ഫുള്ള് നൂല് പട്ടം മറന്ന് ഞാൻ തോന്നുന്നു. പിന്നെ ഇതിന് വണ്ടിയിലൊക്കെ വലിഞ്ഞു കയറാൻ വരുന്നവർ ഉറപ്പായിട്ടും ഒരു കുപ്പി വെള്ളം കരുതുന്നത് നല്ലതായിരിക്കും. ഹലോ, ട്രാഷൻ ഫോർ പറഞ്ഞത് ശരി കേട്ടോ. ഒറ്റയ്ക്കുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതരം ഫീലാണ്. കാരണം ആരുടെയും ഒന്നും നമ്മൾ ഓർക്കണ്ട, കാരണം നമ്മുടെ കാര്യം മാത്രം നോക്കുക. പിന്നെ ഒറ്റയ്ക്കുള്ള യാത്ര വളരെയധികം ഫീലിങ്ങാണ്. ഒരു പല വിഷമങ്ങളെയും മാറ്റാൻ, അതായത് ട്രാഷൻ ഫോർ പറഞ്ഞത് തന്നെ നമ്മുടെ പല വിഷമങ്ങളെയും നമ്മുടെ പല ഇതിനെ മാറ്റാൻ പ്രകൃതിക്ക് ഉറപ്പായിട്ടും കഴിയുന്നതായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് അടപടലം മൂഞ്ചിയൊരു സമയത്ത് ഞാൻ വന്നൊരു സമയം ഇതാട്ടോ, സ്ഥലം ഇതാണ്. ആ യാത്രയിൽ ഒരുപാട് വലിയ യാത്ര ഒന്നുമല്ല, ചെറിയൊരു രീതിക്കുള്ളൊരു ട്രിപ്പായിരുന്നു അത്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ ബ്ലോഗ് തുടങ്ങിയ ടൈമിൽ, ആ ടൈമിൽ ബ്ലോഗ് തുടങ്ങിയ ടൈമിൽ അവനുണ്ടായിരുന്നു. അവനും ഞാനും കൂടെയാണ് ഇവിടെ വന്നതും. എൻ്റെ പാതി വിഷമം ആ ടൈമിൽ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ പതുക്കെ വിഷമങ്ങൾ പൂർണ്ണമായി മാറി. പിന്നെ ഇത്ര പറയാനുള്ളൂ, ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ മലനിരകളുണ്ട്. ഓഫ് റോഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് ഓഫ് റോഡ് ചെയ്യാം. ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇനി എന്നാലും നമ്മൾ അവിടെയും കൂടെ പോയിട്ട് തിരിച്ച് നമ്മൾ സത്രത്തേക്ക് പോകുന്നതായിരിക്കും.
അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി പോകുമ്പോഴാണ് കേട്ടോ കുറച്ച് ഓഫ് റോഡ് കളിച്ച് തന്നെ പോകേണ്ടി വരും. കാരണം ഇങ്ങോട്ട് കയറി വന്ന് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. എനിക്കിവിടെ വരുന്നതിനുള്ള ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ പരമാവധി വേസ്റ്റും ഈ കുപ്പികളും ഇവിടെ ഇടാതിരിക്കാൻ ശ്രമിക്കുക. നശിപ്പിക്കരുത് ഇവിടെ. എനിക്കത്ര പറയാനുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും കുപ്പ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത് ഒരിതാണ് കേട്ടോ ഈ കേരളത്തിൽ കാണപ്പെടുന്നത്. കേരളത്തിലല്ല, ഇന്ത്യയിലെല്ലായിടത്തും ഭൂരിഭാഗവും കുപ്പകളാണ് ഈ ടൂറിങ് പ്ലേസുകളിലെല്ലാം. വളരെയധികം മോശമായൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ യാത്രകളിൽ ഇനി നമ്മൾ വേസ്റ്റുകൾ നമ്മുടെ കയ്യിൽ തന്നെ വെക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിന് വേണ്ട വിധത്തിൽ അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. പൊതു സ്ഥലങ്ങളിൽ ഉറപ്പായിട്ടും നമ്മളത് ഉപേക്ഷിക്കത്തില്ല, ഇടത്തില്ല. എന്താണെങ്കിലും നിങ്ങൾ ഒരു യാത്ര പോകുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വേസ്റ്റ് ഇടാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്. എല്ലാം മറ്റുള്ളവർ ചെയ്യുന്നു എന്നും പറഞ്ഞ് നിങ്ങളത് ചെയ്യാതിരിക്കുക. കടയൊന്നും വലിയതായിട്ട് തുറന്നിട്ടില്ല കേട്ടോ. 2-3 അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുറന്നിട്ടുള്ളൂ. വണ്ടി തൽക്കാലം പിടിയിടാം. ഈ കടയുടെ ആൾ വല്ലതും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമോ? ഓക്കെ, താക്കോലെടുത്തേക്കാം. ഓക്കെ, നമുക്ക് മേലോട്ട് നടക്കാം. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ പരമാവധി വേസ്റ്റ് എല്ലാവരും ഒന്നെങ്കിൽ സ്വന്തമായിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ ശ്രമിക്കുക. പിന്നെ സർക്കാരിനോട് എനിക്ക് പറയുള്ളത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ 5-6 വേസ്റ്റ് പിന്നെങ്കിലും വെക്കേണ്ടതാണ്. ചെറുതൊന്നും പോരാ, വലുത് തന്നെ വേണം. കാരണം അത്രയും ക്രൗഡായിട്ടുള്ള ഒരു പ്ലേസാണ് ഈ പരുന്തുംപാറ എന്ന് പറയുന്നത്. പരുന്തുംപാറ മാത്രമല്ല, എല്ലാ ടൂറിസ്റ്റുകളും നല്ല ക്രൗഡുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി ശ്രമിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് പൂർണ്ണമായും ഒഴിവാക്കി കളയാനുള്ള രീതിക്കുള്ള മാർഗ്ഗങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, നമ്മളിവിടെ വന്ന ടൈമിൽ കോട നമുക്ക് വേണ്ടി മാറി തന്നിരിക്കുകയാണ്. താഴെയുള്ള സ്ഥലങ്ങൾ നല്ല രീതിയിൽ കാണാൻ കഴിയുന്നെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിന്നൊരു പാതയുണ്ട് കേട്ടോ. സ്വർഗത്തിലേക്കുള്ള പാത എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെയുള്ളൊരു പാതയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ, ഒരു ഉപമ പറഞ്ഞതാണ്. അത്രയും അടിപൊളിയാണ് കാണാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ഇവിടെ ക്രൗഡ് ഇപ്പോൾ കുറവാണ് കേട്ടോ. അത് വളരെയധികം നന്നാണ്. കാരണം എനിക്ക് ക്രൗഡിന് അത്രയും താല്പര്യമില്ല, അല്ലാതെയാണ് താല്പര്യം. പിന്നെ ട്രാൻസ്ഫർ പറഞ്ഞു തന്നെ അത്ര തന്നെ എനിക്കും പറയാനുള്ളൂ. പിള്ളേരും അധികം ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്. ഈ ചെറിയൊരു കമ്പി കൊണ്ട് നിങ്ങളെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു സേഫ്റ്റി ഉറപ്പായിട്ടും ഇവിടെ സേഫ്റ്റി കുറവാണ് കേട്ടോ. പിന്നെ താഴോട്ടുള്ള ഭംഗി അതിമനോഹരമാണ് കേട്ടോ. അവിടെ താഴെ ഒരു പാറയൊക്കെ ഉണ്ട്. ബട്ട് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ടൈമാവും. ഇപ്പോൾ തന്നെ ഏകദേശം 8 മണിയായിട്ടുണ്ട്. 9 മണിക്കുള്ളിൽ എനിക്ക് പരുന്തുംപാറ നേരെ സത്രത്തിൽ ചെല്ലണം. കാരണം നിമിഷം നേരം കൊണ്ട് താഴെ നിന്ന് കോട കയറി വരുന്നുണ്ടോ. നമുക്ക് താഴെ എന്താണെന്നൊന്നും കാണാൻ കഴിയത്തില്ലാത്ത അവസ്ഥയാണ്. ഇതുപോലെ തന്നെയാണ് സത്രം പോകുമ്പോഴും. ഹെലിപ്പാടൊന്നും കാണാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. ഫുള്ള് കോടയായിരിക്കും അവിടെയും. സത്രം അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതിന് ഒരുപാട് ആൾക്കാർ പോകാത്തൊരു സ്ഥലമാണ് സത്രം. ഇപ്പോൾ പോകുന്നുണ്ട്, വണ്ടിയൊക്കെ ഉള്ള പോകുന്നതാണ്, ജീപ്പ് സവാരിയൊക്കെ ഉള്ളതാണ്. സത്രത്ത് പോവാത്തൊരു സ്ഥലമുണ്ട്. അതിന് പൂർണ്ണമായി അതിനാരും പോവാത്തൊരു സ്ഥലമുണ്ട്. കുറച്ച് പേരെ കൊണ്ട് പോകാൻ സാധ്യത ഉറപ്പായിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കുറേ കാലം ഞാൻ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ഇപ്പോൾ ആൾക്കാർ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് എന്നാൽ നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇതാണ് പരുന്തുംപാറ. പരമാവധി നിങ്ങൾ രാവിലെ വരാൻ ശ്രമിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വന്നിത് ഒന്ന് കണ്ടിട്ട് പോരണമെങ്കിൽ അല്ല എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ രാവിലെ വരിക കേട്ടോ. താഴെ ഒരു അടിപൊളി സ്ഥലമൊക്കെ ഉണ്ട്. ബട്ട് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ടൈം പിടിക്കുന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ നിന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ നമുക്ക് എന്നാലും ഇവിടെ നിന്ന് പോകാം കേട്ടോ. ഇനി ഇവിടെ നിന്ന് ടൈം കളയുന്നില്ല. സത്രാഞ്ചലിന് പെട്ടെന്ന് പോകണം. പറ്റുവാണെങ്കിൽ പോകുന്ന വഴിക്ക് അവിടെ നിന്നെങ്കിലും നമുക്ക് ഒരു ചായ കുടിക്കാം. ഇവിടെ ഒരു ചായ കുടിക്കാൻ നിൽക്കുന്നില്ല. സത്രത്ത് പോയിട്ട് അവിടെ എവിടെയെങ്കിലും നമുക്ക് ചായ കുടിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോവാം കേട്ടോ. ഇനി എന്താണ് സത്രത്തേക്ക് പോവാണ്. ഓക്കെ, വണ്ടി ഇവിടെ നിന്ന് തിരിക്കട്ടെ.
അത്യാവശ്യം ക്രൗഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബസ്സുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? ട്രാഷൻ ഫോർ പറഞ്ഞാൽ ഒന്ന് ഷോ ഓഫ് കാണിച്ചാലോ? വേണ്ട അല്ലേ, പതുക്കെ തന്നെ പോകാം, വെള്ളച്ചിലൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് സ്പീഡ് കിട്ടിയതാട്ടോ. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ടൈമില്ല, നമുക്ക് ഇവിടെ നിന്ന് പോകുന്നതാണ്. ഇവിടെ ഏതോ ഒരു കടേൻ്റെ കൂട്ടുകാരുടെയാണ്, ഏതോ ഞാൻ മറന്നുപോയി. അവരെ കണ്ടിട്ട് തന്നെ കാലം കുറേയായി. ഈ വീഡിയോ എങ്കിലും കാണുമ്പോൾ മെസ്സേജ് അയക്കും ഞാൻ വിചാരിക്കുന്നു. കാണുമോ എന്ന് ആർക്കറിയില്ലായിരുന്നു കേട്ടോ. മൊത്തത്തിൽ കട്ടറായിട്ട് കിടക്കുന്ന വഴിയായിരുന്നു. ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. ചേട്ടനെ കണ്ടു കേട്ടോ. ഞാനും ഇവിടെ നിന്ന് ഇങ്ങോട്ടാ സത്രം പോവാണേ. ഓക്കെ, ശരി ശരി ചേട്ടാ. ഓക്കെ, നമ്മളിവിടെ നിന്ന് നേരെ തോന്നില്ലേ, നേരെ വലത്തോട്ടാണ് പോകുന്നത്. ഈ വഴി പോയിട്ടും കുറേ കാലമായി. വളരെ മോശമാണ് കേട്ടോ റോഡുകൾ. ഇത് അർണക്കൽ എസ്റ്റേറ്റ്. ഓക്കെ, നമ്മളിങ്ങനെ അർണക്കൽ എസ്റ്റേറ്റ് എത്തിയിട്ടുണ്ട്. വഴി മോശമാണെങ്കിലും ഇതിലേ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ, ഇതുപോലുള്ള ഗ്യാപ്പ് റോഡുകൾ, ചെറിയ റോഡുകളൊക്കെ വണ്ടി ഓടിക്കാൻ നല്ല ഫീലാട്ടോ. എന്താണ് ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് പോകുന്ന അർണക്കല്ല് എത്താറായിട്ടോ. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ അർണക്കല്ലെത്തും. ഈ റോഡൊക്കെ ഇതൊരു പ്രത്യേകതര ഫീലാണ്. അങ്ങനെ നമ്മൾ അർണക്കല്ലെത്താൻ ആയി എൻ്റെ. ഓക്കെ, രാവിലെ തന്നെ ജീപ്പ് സവാരിയൊക്കെ തുടങ്ങി വന്നു കേട്ടോ. അപ്പം നമ്മൾ പോകുന്നിടത്ത് ക്രൗഡുണ്ടോ എന്നെനിക്കറിയില്ല. ഓക്കെ, ഇവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് പോവുക. ഈ പുറകെ കാണുന്ന ചെറിയ സിറ്റിയാണ് അർണക്കൽ സിറ്റി. നമ്മൾ പോകുന്നത് സത്രത്തോട്ടാണോ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ, ഈ റൂട്ടിൽ കൂടെ വരുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരും. അത്ര ഫീലാണ്. ബൈക്ക് പെട്രോൾ അടിക്കുക, അതും പൈസ ഇല്ലായിരിക്കും, കൂട്ടി വെച്ച പൈസ ആയിരിക്കും, അല്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടോ ആരെങ്കിലും മേടിച്ച പൈസ ആയിരിക്കും. അതുകൊണ്ട് പെട്രോൾ അടിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, ഇടയ്ക്ക് ഹെലിപ്പാഡ് കാണുക, പോവുക. ഓക്കെ, ഇവിടെ നിന്ന് സത്രത്തിന് കുറച്ച് ദൂരങ്ങളുണ്ട് കേട്ടോ. നമ്മൾ സത്രത്തോട്ടല്ല പോകുന്നത്, നേരെ ഇടത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ കയറി പോകുന്നത്. ഈ റോഡൊക്കെ നേരത്തെ അടിപൊളി. അങ്ങനെ ഈ റോഡും മാറിയിരിക്കുന്നു, ഫുള്ള് കട്ടർ റോഡ് മാറി ഇതിൻ്റെ കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ആ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കും കേട്ടോ. ഇവിടെ താഴോട്ട് വണ്ടി എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ഓക്കെ, അവിടെ കൂട്ടിക്കൊണ്ടേ പോയി. നമ്മളപ്പോൾ ഇവിടെ കയറ്റിക്കൊണ്ടുപോയി വളരെ മോശമാണ്. എൻ്റെ മോനെ വണ്ടി ഒരു സൈഡിലേക്ക് പോയി. ഒരു ഓഫ് റോഡ് വണ്ടി പോലുമല്ല എൻ്റെ കയ്യിലിരിക്കുന്നത്. TVSൻ്റെ അപ്പാച്ചി RTR 164V ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഒരു ഓഫ് റോഡ് വണ്ടിയാണെങ്കിൽ നമുക്കൊന്നും പേടിക്കാതെ പറ ഇറങ്ങിപ്പോകാം. പിന്നെ വണ്ടി ഓടിക്കുന്ന ആളുടെ മനസ്സ് പോലെ ഇരിക്കും വണ്ടി എവിടെയും കയറ്റിക്കൊണ്ട് പോകുന്നത്. സ്പ്ലെൻഡർ വെച്ച് വരെ ആൾക്കാർ പറന്നടിച്ച് ഇതിലേക്കൂടെയൊക്കെ കയറി പോകുന്നുണ്ട്. അതറിഞ്ഞ് വണ്ടി ഓടിക്കുന്ന ആളുടെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത്, അല്ലാതെ വണ്ടി ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നമ്മളങ്ങനെ ഹെലിപ്പാഡിൻ്റെ എത്താറേ. എന്തോ ഭാഗ്യം ഇവിടെ കോട കുറവാണ് കേട്ടോ. ഇതൊക്കെ ഓഫ് റോഡാണ്, ബട്ട് ഇപ്പോൾ അതിലെ വണ്ടി കയറത്തില്ലെന്ന് തോന്നുന്നു. അത്രയ്ക്ക് നല്ല ഓഫ് റോഡാണ്. പിന്നെ അപ്പുറത്തൊരു വഴിയുണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ നമുക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിനെ മണ്ടേ കയറാം. ഇവിടെ നോക്കിയാൽ ഹെൽപ്പാഡ് കാണത്തുള്ളൂ. എൻ്റെ മോനെ, വളരെയധികം ടഫായിട്ടുള്ള റോഡാണ്. ഓക്കെ, പിന്നെ റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കാതെ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ്. വലിയ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് റിസ്ക് എടുക്കണം. കയറിപ്പോവാം, ഇറങ്ങി വരുമ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു വിധത്തിൽ ഹായ്, ഒരു പട്ടിക്കുട്ടി കിടക്കുന്നു. കുട്ടിയല്ല കേട്ടോ, വലുതാണ്. ഞാൻ മോനെ. ഓക്കെ, ഒരു വിധത്തിൽ
ഇതിന് മണ്ടേ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ താഴെ കാണുന്നതാണ് ഹെലിപ്പാഡ്. ഹായ്, അടിപൊളിയല്ലേ കാണാൻ? അത്രയും ഫീലായിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ, ഇതാണ് ഹെലിപ്പാഡ്, താഴെ കാണുന്നതാണ്. പിന്നെ ഒരു കട്ടൻ ചായ കുടിക്കണം, ബട്ട് ഹെൽമെറ്റ് ഊരണം. കുറേ പരിപാടിയുണ്ട്. നല്ല ക്രൗഡുള്ള സ്ഥലമാട്ടോ. ഇപ്പം കുറച്ച് കുറവുണ്ട്, ഞാൻ വന്നും പൊക്കോണ്ടേയിരിക്കും. പിന്നെ താഴെ കാണിച്ചു തരാം. അങ്ങ് താഴെ കണ്ടോ, അതൊക്കെ ജീപ്പാണ്. ഹലോ ബ്രോ. ഇതുപോലൊരു സ്ഥലത്ത് വന്നിട്ട് ചായ കുടിക്കാൻ പറഞ്ഞാൽ പ്രത്യേക ഫീലാണ്. ബട്ട് അത്രയ്ക്ക് പോരാ ചായ, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ക്രൗഡ് കുറവാട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ ഈ ടൈമിൽ വന്നാൽ. പിന്നെ ഇപ്പോൾ ഇവിടെ നല്ല രീതിക്ക് ജീപ്പ് സവാരിയൊക്കെ ഉണ്ട്. ഈ താഴെ നിന്നൊക്കെ ജീപ്പ് കയറി വരുന്നുണ്ട്. അതെല്ലാം ഉറപ്പായിട്ടും എവിടെയാണ്, വള്ളക്കടവ് പോയിട്ട് അതിലെ വല്ലതും വരുന്നതായിരിക്കും. അതിലൊരു വഴിയുണ്ട് കേട്ടോ. താഴെ കാണുന്നതാണ് ഹെലിപ്പാഡ്. അടിപൊളിയല്ലേ? പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ഫീലായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വല്ല ആനയോ അല്ലെങ്കിൽ കാട്ടുപോത്തൊക്കെ കാണാൻ സാധ്യതയുണ്ട് മലയിലൊക്കെ. പിന്നെ സൈഡാണ് സത്രം, താഴെ വശമായിട്ട്. സത്രത്തിൽ കൂടെ എന്നാണ് നമ്മുടെ ശബരിമലയ്ക്ക് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ വഴിയാണ്, ഇപ്പോഴും അതിൽ ആൾക്കാർ പോകാനുണ്ട്. ഓക്കെ, ബൈ ബൈ. അപ്പോൾ എല്ലാം മുകളിൽ നിന്ന് പോവാട്ടോ. കുറച്ച് ക്രൗഡായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇറങ്ങിപ്പോകുന്നതാണ് ഇച്ചിരി ടഫായിട്ടുള്ള കേസ്. പോവാട്ടോ. പാവം ഒറ്റയ്ക്ക് കിടക്കുക, കമ്പനിക്ക് ആരുമില്ലെന്ന് തോന്നുന്നു. എൻ്റെ മോനെ അത്യാവശ്യം ടഫായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഇടത്തോട്ടാണ് പോകാനുള്ളത്. ഓക്കെ, എൻ്റെ ഒരു ഓഫ് റോഡ് റോഡായിട്ടത്. വലുതല്ല, ചെറിയ രീതിക്ക്. ഇതിലങ്ങോട്ട് കുറച്ച് എന്ത് ചെയ്യുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞ സ്ഥലം എത്തുന്നത്. ഇപ്പോൾ ഇതിലേയും നല്ല ക്രൗഡായിരുന്നു തോന്നുന്നു കേട്ടോ. നേരത്തെ ഇതിലെ വണ്ടിയൊന്നും പോകാറില്ലായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡ് ജീപ്പുകളൊന്നും. ഇത് കേട്ടോ, മറ്റേ റോപ്പ് കണ്ടോ, ഇവിടെ വരെ ഇത്രയും അടിപൊളിയായിട്ട് ഈ സ്ഥലം മാറി ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു ദിവസം നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്തേക്കാം. അതിനൊന്നും കുറവ് വരുത്തിയേക്കണ്ട. ഇതിച്ചിരി ഓഫ് റോഡാണ് കേട്ടോ. വണ്ടി അവിടെ ഇട്ടിട്ട് പോകാൻ അപ്പച്ചൻ പറഞ്ഞു. ബട്ട് ഓഫ് റോഡ് ഇതിനും വലിയ കഷ്ടമായിട്ട് കിടന്ന സമയത്ത് നമ്മളിതിലെ പോയിട്ടുണ്ട്. വണ്ടിയും കൊണ്ട് ഇതിലെ പോകുന്നൊരു ഫീൽ വേറെ ഒന്നും തന്നെ കേട്ടോ. കാരണം എൻ്റെ പഴയ വണ്ടി ഏതാണ്, ഡിസ്കവർ ഉണ്ടായ സമയത്ത് ഞാൻ ഇതിലെ അങ്ങോട്ട് ചുമ്മാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും, ഒരു രസം വെറുതെ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടെന്നറിയോ, രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണുന്നൊരു സ്ഥലം കേട്ടോ. ഇപ്പം മഞ്ഞില്ല, അല്ലാത്തപ്പോൾ നല്ല മഞ്ഞാണ്. മഞ്ഞ് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്നൊന്നും കാണത്തില്ല. ഇവിടെ നിന്ന് അടുത്ത് നിൽക്കുന്നത്, അവിടെ നിൽക്കുന്ന ഒരാളെ പോലും നമുക്ക് ഇവിടെ നിന്ന് കാണത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, അത്രയേറെ എനിക്ക് വേണ്ടപ്പെട്ടൊരു സ്ഥലമാണിത്. ഇവിടുത്തെ ഒരു പാറയ്ക്കും ഒരു കല്ലിന് പോലും പറയാൻ കാണുമ്പോൾ എൻ്റെ ഒരു വലിയ കഥ. അതൊന്നും പറയത്തില്ലെന്നറിയാം, ഒരു കാവ്യാത്മകമായി ഞാൻ പറയുന്നുള്ളൂ. ഈ പാറയിൽ ഇതിന് ഇവിടെ വലിയൊരു കഥ പറയാനുണ്ട് കേട്ടോ. ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഒരാളെ സ്നേഹിച്ചത്, അതേ ഒരാൾ അല്ല, കുറേ നമുക്ക്
സ്നേഹം ആരെങ്കിലും ഉണ്ടാവാമല്ലോ. രണ്ടുപേര് ഒരുമിച്ച്, അതായത് ഒരാൾ എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞതും ഒരു 2-2.5 കൊല്ലത്തോളം അത് പോയതും, അതായത് മുന്നോട്ട് പോയതും ആരംഭിച്ചത് ഇവിടെ നിന്ന് വെച്ചാണ്. ബട്ട് ഇപ്പോൾ ആളെൻ്റെ കൂടെ ഇല്ല. ബട്ട് ആ സ്റ്റോറി പറയേണ്ട ടൈം ആയിട്ടില്ല. ആ സ്റ്റോറി പറയേണ്ട ടൈമിൽ നമ്മൾ അവിടെ, അതായത് ഇത് തുടങ്ങിയത് എവിടെയാണെങ്കിൽ എൻ്റെ ആയത് വേറെ സ്ഥലത്ത് വെച്ചാണ്. അതെവിടെയാണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ആ എൻ്റെ ആയ സ്ഥലത്ത് നമ്മൾ എപ്പോഴെങ്കിലും പോകുന്നതായിരിക്കും. അപ്പോൾ അവിടെ വെച്ച് പറയാം ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന ആ ഫീലിങ്സ്. സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് നല്ല അടിപൊളി ഫീലായിരുന്നു കേട്ടോ. അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അതാണ്. പ്രേമിക്കുന്നവരെ എനിക്കൊന്നും പറയാനുള്ളൂ, ആത്മാർത്ഥമായി സ്നേഹിക്കുക. ആരെയും മൂഞ്ചിക്കാൻ വേണ്ടി മാത്രം സ്നേഹിക്കാൻ പാടില്ല. എന്താണ് നമുക്ക് അപ്പുറത്തോട്ട് പോകാം കേട്ടോ. അപ്പുറത്തോട്ട് കുറച്ച് അങ്ങോട്ട് പോകണം. നല്ല ഓഫ് റോഡ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനും കഷ്ടമായിരിക്കും. ബട്ട് അതിന് തീരുമ്പം, ഈ റോഡ് തീരുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ പാൻ്റൊക്കെ നല്ല അഴുക്കായിട്ടുണ്ട്. ഈ കുളത്തിൽ എങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന എനിക്കറിയില്ല, കുഴപ്പമില്ല. ഈ റോഡ് തീരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വരെ വണ്ടി പോകാൻ പറ്റിയെങ്കിൽ അടിപൊളി, അല്ലെങ്കിൽ നടന്നു പോയി നമ്മൾ പോകുന്നതായിരിക്കും. പോകുക എന്നുള്ളതുള്ളൂ. അങ്ങനെ ഏകദേശം എത്താറായി. അങ്ങനെ കുറേ ഓഫ് റോഡ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ സ്ഥലം എത്താറായി. പിന്നെ അത്യാവശ്യം ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പേസാണ് കേട്ടോ. കുറച്ച് ഓഫ് റോഡാണ്. പിന്നെ അപ്പുറത്ത് പരുന്തുംപാറ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയില്ലേ, അത് ഇതിലെ പണ്ടങ്ങാണ്ട വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, വഴിയുണ്ടായിരുന്നു, അത് മൂടിപ്പോയി, എന്തോ അറിയില്ല. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് വലിയ ഓഫ് റോഡല്ല, ഒരു അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏത് ബൈക്കും കൊണ്ടും വരാൻ പറ്റിയൊരു വഴിയാണിത്. പിന്നെ ഏത് ബൈക്കെന്ന് പറഞ്ഞ് കിറ്റുള്ള വണ്ടിയൊക്കെ വന്നാൽ സൂക്ഷിച്ച് വരിക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നും പറഞ്ഞ് നിങ്ങൾക്ക് റെഡി ചെയ്യാനല്ലേ, വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്നല്ല. കിറ്റുള്ള വണ്ടി ചെറുതായിട്ടൊന്ന് ചാഞ്ഞാൽ മതി, പണി പാലും വെള്ളത്തിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ നല്ല പൈസ പോവും. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞുള്ള റിസൾട്ട് പോലെ ആ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുന്നു. നമ്മൾ അവസാനം ഫൈനലി ഇന്നത്തെ എൻ്റെ ഫൈനൽ സ്പോട്ടായ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് പോകാം കേട്ടോ. കുറച്ച് വെള്ളം കുടിക്കണം ആദ്യം. കുറേ നേരമായിട്ട് വെള്ളം കൊണ്ടുവന്നിട്ട് വെള്ളം കുടിച്ചു പോലില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കോട്ടെ. ഇതാണ് അവസാനം വരുന്നത്, ഇന്നത്തെ അവസാനത്തെ സ്ഥലം കേട്ടോ. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ നല്ല കാറ്റാട്ടോ. കുറച്ച് നല്ല കാറ്റുണ്ട്. ഈ ചൂടുള്ള സമയത്ത് ഉറപ്പായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊരിഞ്ഞു പോകും. കാരണം കാറ്റുണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. ഇപ്പോൾ വെയിലില്ല കേട്ടോ, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, കുഴപ്പമില്ല. ഇവിടുത്തെ കാലാവസ്ഥ പെട്ടെന്നായിരിക്കും മാറുന്നത്. പെട്ടെന്ന് മഞ്ഞ് കയറും, പെട്ടെന്ന് വെയിലാകും. ഒന്നും പറയാൻ പറ്റാത്ത രീതിക്കുള്ള കാലാവസ്ഥയാണ്. പിന്നെ അപ്പുറത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പണ്ട് തൊട്ടേ കാണുന്നൊരു സ്ഥലമാണ്. ഇതുണ്ടോ, ഒരു മല, ഒരു വെട്ടി വെച്ചേക്കാൻ പോലെ ഇരിക്കും ഒരു സൈഡ്. നല്ല താന്നിങ്ങനെ ഒരു 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 സെറ്റാണ് കാണാൻ, നല്ല രസമാണ്. രാവിലെ എന്നും കാണുന്നൊരു വ്യൂ അതായിരുന്നു പണ്ട്. അതാണ് സ്ഥലം. അപ്പം നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ചില്ലായിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതായിരിക്കും. ഇവിടെ വരുന്നവർക്ക് ശ്രദ്ധിക്കുക, ഇവിടെ റേഞ്ചൊന്നും കാണത്തില്ല. റേഞ്ചൊന്നും ഇല്ലാത്ത, നിങ്ങൾക്ക് കുറച്ച് നേരം ആരോട് സംസാരിക്കാത്ത കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നവർക്ക് മറ്റൊരു സ്ഥലം തന്നെയാണിത് കേട്ടോ. പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു രീതിക്കൊരു സെറ്റായിരിക്കും. അപ്പം ശരി, നമ്മളിവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് നേരം ഇവിടെ ഇരുന്നു, നമ്മളിവിടെ നിന്ന് പോവുകയാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഈ സ്ഥലത്ത് നിങ്ങൾ വരുവാണെങ്കിൽ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ചിലവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല, കാരണം വേറെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഒരു മല, ഇവിടെ മണ്ടയിൽ നിന്ന് ഒരു വ്യൂ, കുറേ മലകൾ. ഇവിടെ നിന്ന് നോക്കാത്ത ദൂരത്ത് മല മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇവിടെ നമുക്ക് കാണാനില്ല. കുറച്ച് നേരം ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കേണ്ട ഒരു സ്ഥലത്ത് വന്നിരിക്കണം നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ സത്രം വരിക. സത്രം വന്നിട്ട് ഇത് ഇങ്ങോട്ട് വരിക, മൗണ്ട് വരിക. മൗണ്ടിൽ
ഞാൻ കാണിച്ചില്ല, ആ വഴി കൂടെ ഇങ്ങോട്ട് എത്ര കയറി വരണം. പക്ഷേ ഇത്രയും വളർന്നു ഈ സ്ഥലമൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അവിടെ മറ്റേ നമ്മൾ റോപ്പിൽ കൂടെ പോകത്തില്ല, അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ വരുന്ന സമയത്ത് ഇതൊന്നുമില്ല. ആ റോഡ് പോലും അത്രയ്ക്ക് പോലും ഇല്ല, അതൊരു മോശമായ റോഡായിരുന്നു.